ശാരദ പെണ്ണു കാണാൻ വന്നവരെ അകത്തേക്ക് ക്ഷണിക്കുവാണ്. എന്നിട്ട് ജയപാലൻ പെണ്ണു കാണാൻ വന്നവർക്ക് ശാരദയെയും അച്ചമ്മയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നീള ഗംഗയുടെ അടുത്തേക്ക് വന്നപ്പോൾ കാവേരി ചെറുക്കനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീള കണ്ടില്ല എന്ന് പറയാണ്. അപ്പൊ കാവേരി യമുനയോട് ചെറുക്കൻ ആരാണ് എന്ന് പോയി നോക്കാൻ പറയാണ്. യമുന അവിടെ പോയി ചെറുക്കൻ ആരാണ് എന്ന് നോക്കുവാണ്. അവളെ കണ്ട ചെറുക്കന്റെ അമ്മ ഇതാണോ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശാരദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് എന്റെ മൂന്നാമത്തെ മോളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. യമുനയ്ക്ക് അവിടെ ആരെ കണ്ടിട്ടും ചെറുക്കനായിട്ട് തോന്നുന്നില്ല. എന്നിട്ട് കാവേരിയോട് പോയി പറയാണ്, ചെറുക്കനെ പോലെ തോന്നിക്കുന്ന ആരെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, ചിലപ്പോ ചെറുക്കൻ വന്നിട്ടുണ്ടാവൂല. ഗംഗയുടെ ആദ്യത്തെ പെണ്ണു കാണലിലും ചെറുക്കൻ വന്നില്ലായിരുന്നല്ലോ, അതുപോലെ ആയിരിക്കുമെന്ന്. അപ്പൊ കാവേരി ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോവാണ്. അവിടെ ജയപാലനെ കണ്ടപ്പോൾ കാവേരി ദേഷ്യത്തില് ജയപാലനെ നോക്കുന്നുണ്ട്. കാവേരിയെ കണ്ടപ്പോൾ ചെറുക്കന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതാണോ പെൺകുട്ടി? അപ്പോഴും ശാരദ പറയാണ്, ഇതല്ല, ഇത് എന്റെ രണ്ടാമത്തെ മോളാണ് എന്ന്. അപ്പൊ കാവേരി സ്വകാര്യത്തില് ശാരദയോട് ചോദിക്കുകയാണ്, ചെറുക്കം വന്നില്ലേ എന്ന്. അപ്പൊ ശാരദ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇവര് അതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ശാരദ കാവേരിയോട് ഗംഗയെ വിളിച്ചോണ്ട് വരാൻ പറയാണ്. ഗംഗ ചായയുമായി വന്നപ്പോൾ ആദ്യം ആ മൊട്ടത്തലയുള്ളവന് ചായ കൊടുക്കാൻ പറയാണ് ജയപാലൻ. ആ മൊട്ടത്തലയനാണെങ്കിൽ ഗംഗയെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒലിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന കാവേരി യമുനയോട് സ്വകാര്യത്തിൽ പറയാണ്, അയാൾ കുറെ നേരമായിട്ട് ഗംഗയെ നോക്കി ഒലിപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കാവേരി ശാരദയോട് ചോദിക്കുന്നുണ്ട്, അത് ആരാണ്? അപ്പൊ ശാരദയ്ക്കും അത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് പറയാണ്, ചിലപ്പോ ചെറുക്കന്റെ അമ്മാവനോ വല്ലതും ആയിരിക്കും. അപ്പൊ ചെറുക്കന്റെ അമ്മ പറയാണ്, എന്നാ നമുക്ക് കല്യാണ തീയതി നിശ്ചയിച്ചാലോ? അത് കേട്ടപ്പോ കാവേരി ചോദിക്കാണ്, കല്യാണ തീയതി നിശ്ചയിക്കാനോ? അതിന് ചെറുക്കൻ എവിടെ? അപ്പൊ ജയപാലൻ പറയാണ്, ചെറുക്കനല്ലേ ഈ ഇരിക്കുന്നേ സിനൂബ് എന്നും പറഞ്ഞ് ആ മൊട്ടത്തലയനെ കാണിക്കുകയാണ്. ചെറുക്കനെ കാണുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കാവേരി ശാരദയോട് പറയാണ്, അമ്മേ, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്ത് പറഞ്ഞാലും ഇത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ശാരദ കാവേരിയോട് പറയാണ്, നീ ഗംഗയെയും വിളിച്ച് അകത്തേക്ക് പോ. അപ്പൊ കാവേരി ശാരദയോട് പറയാണ്, അമ്മേ, സത്യമായിട്ടും പറയാണ്, ഞാൻ ഇതിന് സമ്മതിക്കൂല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശാരദ ദേഷ്യത്തില് എല്ലാരും കേൾക്കുന്ന ഒച്ചയില് പറയാണ്, ഗംഗയെയും കൊണ്ട് അകത്തേക്ക് പോവാനാണ് ഞാൻ പറഞ്ഞേ. അപ്പോ ജയപാലൻ ചോദിക്കുകയാണ് ശാരദയോട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോ അച്ചമ്മ പറയാണ്, ചെറുക്കന് കുറച്ച് പ്രായം കൂടുതലല്ലേ എന്ന് സംശയമുണ്ട്. അപ്പോ പെണ്ണിന്റെ അമ്മ പറയാണ്, പയ്യന് 32 തികയുന്നേ ഉള്ളൂ, മുടി കൊഴിഞ്ഞു പോയതാണ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ്, പ്രായമൊന്നുമല്ലല്ലോ നോക്കണ്ടേ, മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടാ പോരെ. അപ്പൊ ശാരദ പറയാണ്, എനിക്ക് ഗംഗയോടും കൂടി ആലോചിക്കണം, എന്നിട്ടേ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ, എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയാണ്. അപ്പൊ ചെറുക്കന്റെ അമ്മ ചെറുക്കനെ പൊക്കി പൊക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചെറുക്കന് വലിയ ബന്ധത്തിൽ നിന്നൊക്കെ ആലോചന വന്നതാണ്, പക്ഷേ ആ പെണ്ണിനെ ഒന്നും അവന് ഇഷ്ടമായില്ല, ഇവളെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോ ജയപാലനും ഓരോന്ന് പറഞ്ഞ് ശാരദയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ശാരദ പറയാണ്, കല്യാണത്തിനെ പറ്റിയാണെങ്കിൽ എന്റെ കുട്ടിയോടും കൂടി ചോദിച്ചിട്ടേ പറയുള്ളൂ, വേറെ എന്ത് കാര്യമാണേലും ചോദിക്കാം, അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന രീതിയിൽ പറയാണ്. അപ്പോ അവരെല്ലാരും ശരി എന്നും പറഞ്ഞ് പോവാണ്. അപ്പോ ആ ചെറുക്കൻ തിരിച്ചു വന്നിട്ട് ആ പ്ലേറ്റിലെ മിച്ചറൊക്കെ വാരി എടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് ജയപാലൻ അവരോട് പറയാണ്, അവർക്ക് അഹങ്കാരമാണ്, അവർക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വിട്ടേക്ക്. അപ്പൊ ചെറുക്കന്റെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെങ്കിലും ഈ ബന്ധം ഉറപ്പിക്കണമെന്ന്. അപ്പം ജയപാലൻ പറയാണ്, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം, അവര് ചിലപ്പോ ഒരു വെയിറ്റ് ഇട്ട് നിന്നതാണ്, 2 ദിവസം കഴിഞ്ഞാൽ മറുപടി എന്തായാലും പറയും, അവരിത് വിട്ട് കളയാനൊന്നും പോണില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് വിനീത് കയറി വരുന്നത്. വിനീതിനെ കാണുമ്പോ ജയപാലൻ പറയാണ്, ആര് പറഞ്ഞാലും നീ ഇവിടേക്ക് വരുന്നത് നിർത്താൻ പോണില്ല, പക്ഷേ അത് നിർത്തും, കാരണം നിന്റെ ഗംഗയെ പെണ്ണു കാണാൻ വന്ന കൂട്ടരാണ് ആ വന്നേ. അത് കേട്ടപ്പോ വിനീത് പെട്ടെന്ന് ഷോക്കാവുകയാണ്. വിനീത് പിന്നെ ആ വീട്ടിലേക്ക് കയറാതെ നേരെ കടയിലേക്ക് തിരിച്ചു പോവുകയാണ്. കടയിലാണേൽ ബേബി ചേട്ടൻ വരച്ച ഗംഗയുടെ ചിത്രം നോക്കി ഇത് ശരിയാണോ കറക്റ്റ് ആണോ എന്നൊക്കെ കടയിലെ പണിക്കാരനോട് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് വിനീത് കയറി വരുന്നത്. വിനീതിനെ കാണുന്ന
ബേബി ചേട്ടൻ ഇനി നിന്റെ ആവശ്യമില്ല, വിനീത് പറഞ്ഞു തരും എന്നും പറഞ്ഞ് വിനീതിനോട് ചോദിക്കുവാണ്. വിനീതാണേൽ ഗംഗയുടെ കല്യാണ ആലോചന വന്ന് ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബേബി ചേട്ടൻ എന്താ പറഞ്ഞത് എന്ന് പോലും ശ്രദ്ധിച്ചില്ലായിരുന്നു. ബേബി ചേട്ടൻ വീണ്ടും ചോദിക്കുകയാണ് ഈ ചിത്രത്തിന് എന്താ കുറവ് എന്ന്. അപ്പോൾ വിനീത് ഗംഗയുടെ ആ ചിത്രം നോക്കി പറയാണ് അയാൾക്ക് എന്താ കുറവ് എന്നും പറഞ്ഞ് സങ്കടത്തിൽ ആ ചിത്രം നോക്കി നിൽക്കുകയാണ്. അപ്പൊ ബേബി ചേട്ടൻ ആ പണിക്കാരനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണിക്കാരൻ ദേഷ്യത്തില് ബേബി ചേട്ടന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ വിനീത് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ പണിക്കാരനോട് അവിടെ പോയി ഇരിക്കുവാൻ പറയാണ് വിനീത്. അപ്പൊ അവര് വീണ്ടും വീണ്ടും വഴക്കിടുന്നത് കാണുന്ന വിനീത് എല്ലാ ദേഷ്യവും സങ്കടവും ഒക്കെ ഇവരുടെ മേൽ തീർക്കാണ്. എന്നിട്ട് ദേഷ്യത്തില് പറയാണ് ഇയാൾ ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ, എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന അവര് വിനീതിനോട് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിനീത് സങ്കടത്തിൽ പറയാണ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട, എനിക്ക് ഇത്തിരി സമാധാനമാണ് വേണ്ടത്, പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടാ എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.